ദുആ ചെയ്യാൻ. ആർക്ക് വേണം നിന്റെ 1001 രൂപ? അപ്പോഴാ കൊടുക്കണ്ടേ? എടാ 2 കിഡ്നിക്കും തകർന്നു പോയി, പടച്ചവനെ മാറ്റിവെക്കാൻ 35-40 ലക്ഷം രൂപ വേണം. 35-40 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 501 രൂപ പള്ളിക്ക്. അപ്പോഴല്ല മോനെ കൊടുക്കേണ്ടത്, ഇപ്പൊ കൊടുക്ക്. എടാ നീ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട. മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു നല്ല സദക്ക 10 രൂപ എടുത്താൽ മതി. ഇപ്പോ നിന്റെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദക്ക എടുത്തിട്ട് അൽഹംദുലില്ലാ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ പേരിൽ അൽഹംദുലില്ലാ ബഹുമാനായ മിത്തബ ഉസ്താദ് പറഞ്ഞു തുടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ട്, ഞാനല്ല പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയല്ലേ പറഞ്ഞേ? കള്ളം പറയോ? മുത്തുനബി കള്ളം പറയോ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അസ്സദഖത്തു റദ്ദുൽ ബല, ക്യാൻസർ മാറ്റും, ട്യൂമർ മാറ്റും, കിഡ്നി രോഗം മാറ്റും, സ്ട്രോക്ക് മാറ്റും, നിന്റെ സർവ്വ രോഗങ്ങളും മാറ്റാൻ നീ കൊടുക്കുന്ന ഈ ചെറിയ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവേ, എന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ച് മരുന്ന് വാങ്ങുന്ന ഒരു രോഗവും മരിക്കുന്ന കാലം വരെ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുത്ത് ഇൻഷാ അല്ലാഹ്. സംഘാടകരെ ചങ്ങായി പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ പഠിച്ചു. അൽഹംദുലില്ലാ എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു, മുത്തുനബി പറഞ്ഞ ഹദീസ് കേട്ടിട്ട് കൊടുക്കുന്നവരാണ്. അല്ലാഹ് അറുത്തു മുറിക്കുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. കൈകാലുകൾ വെട്ടിമുറിക്കുന്ന രോഗം കൊടുക്കല്ല അല്ലാഹ്. ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ടവരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു, ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പുറപ്പുകളും മരിച്ചാ മതി എന്ന് ദുആ ചെയ്യുന്നത് വരെ അവരെ നീ എത്തിക്കല്ലേ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ആ പാട്ടയുമായിട്ട് പോയി ചങ്ങാതി, എന്ത് മോനെ നീ പതുക്കെ പോയാ മതി കേട്ടോ. എല്ലാവരും നിന്റെ പെങ്ങളെ കെട്ടിക്കാനോ വീട് വെക്കാനോ അല്ല. അതുകൊണ്ട് ബക്കറ്റ് പിരിവിന് പോകുന്ന ആട് സമാധാനത്തിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 6 ഗുണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പറയുന്ന ഗുണങ്ങളെങ്ങാനും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവളാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരിയാകാൻ നിനക്ക് കഴിയും പെങ്ങളോ. ഞാനല്ല പറയുന്നത്, അനസതങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ നിലനിർത്തൂ. എടാ ചെറുപ്പക്കാരാ, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാ പരിശ്രമിക്കു പൊന്നുമോനെ. അവിടെ അനസുതങ്ങൾ പറയുകയാണ്, അവിടെ അനസുതങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? فكان ربيع بن حسين رضي الله تعالى عنه يعظ البصر. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന 6 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? പെണ്ണുങ്ങളെ കണ്ടാൽ തല താഴ്ത്തി നടക്കുമായിരുന്നടാ ചെറുപ്പക്കാരാ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു.